ഒരു നായികയായിട്ട് ഡേറ്റിന് പോകാൻ ഒരു അവസരം കിട്ടാണ് ചേട്ടൻ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് നായികയായിരിക്കും ചൂസ് ചെയ്യാം? ഡെലുലു, റിയ ഷിബു. ഡെലുലു ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. അത് ആർക്കും പെട്ടെന്ന് ഹൃദയത്തിൽ ടച്ചാവും. ഞാൻ എന്റെ പാസ്വേഡ് ഹസ്ബൻഡിനും അറിയാം, ഹസ്ബൻഡ് പാസ്വേഡ് എനിക്കും അറിയാം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? നല്ല കാര്യമല്ലേ, നമ്മുടെ ഉള്ളിൽ ഹൈഡ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കാണിച്ചു കൊടുക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ വാലന്റൈൻസ് ഡേയിൽ ഇപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്, പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും സ്പേസും കൊടുക്കുക. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? ഒരേപോലെ പാരലായിട്ട് ചിന്തിക്കാൻ, പാരലല്ല ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈഫ് സെറ്റാണ്. പൊതുവെ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച മാസമാണല്ലേ. കപ്പിൾസിന് ഇതൊരു വാലന്റൈൻസ് ഡേ വീക്കും വാലന്റൈൻസ് ഡേ മന്ത് എല്ലാം ആയിരിക്കും. എന്നാൽ സിംഗിൾസിന്റെ കാര്യം എങ്ങനെയാണോ, അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണിത്. ഇങ്ങനെയാണ് പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഈ മാസത്തെക്കുറിച്ച് പറയാറുള്ളതല്ലേ. എന്നാൽ സത്യം അങ്ങനെ തന്നെയാണോ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാലേ. അപ്പോൾ വായോ, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളല്ലേ, ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഭരിക്കാണോ മേടിച്ചു കൊടുക്കുന്നത്? എന്താണ് അതെ അതെ. ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് പഴയ എക്സിനെ കാണാണ്. പഴയ എക്സിനെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? പണ്ട് പറയാൻ ബാക്കി വെച്ച് എന്തെങ്കിലും ഇപ്രാവശ്യം പറയാൻ ഒരു സാധ്യത അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് പറയും? പഴയ എക്സിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ പറയും എന്തിനേയും ധൈര്യത്തോടെ സമീപിക്കാമെന്ന് പറയാനുള്ള ഒരു ധൈര്യത്തോടെ നേരിടാന്നുള്ള കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഇപ്പം എങ്ങനെ നടക്കുന്നത് നമുക്കറിയില്ല. പണ്ട് വളരെ പേടിയുള്ള ഒരാളായിരുന്നു. ഇത് ഭാര്യ കേട്ട പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? ഇല്ല അതൊക്കെ ഭാര്യക്കറിയാം. അപ്പോൾ വേറൊരു ചോദ്യം കേട്ടെ, ഇപ്രാവശ്യം വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു നായികയായിട്ട് ഡേറ്റിന് പോകാൻ ഒരു അവസരം കിട്ടാണ് ചേട്ടന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ, തമിഴ് സിനിമയിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏത് നായികയായിരിക്കും ചൂസ് ചെയ്യാം? കാരണം പറയണം കേട്ടോ. ഡെലുലു, റിയ ഷിബു. സർവ്വമായല്ലേ? അതുകൊണ്ടാ ഡെലുലു? ഡെലുലു ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. അത് ആർക്കും പെട്ടെന്ന് ഹൃദയത്തിൽ ടച്ചാവും. ഫ്രണ്ട്ലി ക്യാരക്ടർ ഉള്ളവരെയാണ് ഇഷ്ടം അല്ലേ? അതെ. ഭാര്യ എങ്ങനെയാണോ? ഫ്രണ്ട്ലി ആണോ? ഭാര്യ ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമുക്ക് ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ഡെലുലിന്റെ ഒരു പാട്ട് തന്നെ പാടിത്തരാം ഞങ്ങൾക്ക് വേണ്ടി. ആയിക്കോട്ടെ, ശ്രമിക്കാം. ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും? ഇത് വൈഫിന് വേണ്ടി. വൈഫിന് വേണ്ടിട്ടോ? ഓക്കെ, ശരി. പുതുമഴ വീണ പോലെ ഒരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിത, ചിരിമണിമാല കോർത്തിത, നിറയുകയായി മനം സ്വയം. ഓക്കെ ചേട്ടാ, അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഫെബ്രുവരി മാസമാണ്, പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാസം കൂടിയാണിത്. ചേട്ടന്റെ കാലത്ത് പ്രണയമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ കാലത്ത് അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ മാതാപിതാക്കളൊക്കെ ബഹുമാനിച്ച് ജീവിക്കുക, അങ്ങനത്തെ ഒരു കാര്യമായിട്ടായിരുന്നു. എന്നിട്ട് ഇതല്ല, ഇന്നത്തെ പിള്ളേർ തലമുറയാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രണയിക്കണം, നല്ല കാര്യമാണ്, കുഴപ്പമൊന്നും പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള പ്രണയങ്ങളാണ്, പണ്ടത്തെ പോലെ അത്ര സീരിയസ് ഒന്നും ആവാറില്ല. അപ്പൊ അതിനെ പറ്റി എന്താ തോന്നുന്നത്? ഓരോരുത്തരും ഓരോ താല്പര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോണു. അതിപ്പോൾ നമുക്ക് ഒരാളെ പറ്റി ഒന്നും അഭിപ്രായങ്ങൾ പറയാൻ പറ്റിയൊരു കാര്യങ്ങളല്ലല്ലോ. അവരുടെ മനസ്സ് അവരെങ്ങനെയാണ് ബന്ധങ്ങളെന്നൊക്കെ അവർക്ക് അറിഞ്ഞ് തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടമല്ലേ. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി ചേട്ടൻ മേടിച്ചു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനം എന്തായിരുന്നു കല്യാണത്തിന് ശേഷം? കല്യാണത്തിന് ശേഷം പലതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നല്ല എല്ലാം ആളും ആവശ്യപ്പെടുന്ന എന്തും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. മേടിച്ചു കൊടുക്കും. അപ്പൊ ഇന്നും പ്രണയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതാണല്ലോ ജീവിതം. മനുഷ്യന്റെ അവസാനം വരെ ജീവിതം അതാണ്, പ്രണയമാണ്. പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഉണ്ടല്ലേ. അപ്പൊ സിംഗിൾസിന് വേണ്ടി ഒരു ദിവസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആരുടെ പേരായിരിക്കും? ആരുടെ ബർത്ത്ഡേ ആയിരിക്കും? കൂട്ടത്തില് മൊരട്ട് സിംഗിൾ ആയിരിക്കണ ആരെങ്കിലും ആകാം, ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ആകാം, വേറെ ആരുടെ വേണമെങ്കിലും ആകാം. ആരുടെ ആയിരിക്കും ചൂസ് ചെയ്യാം? ഞാൻ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക നമ്മുടെ അയ്യപ്പ പണിക്കരുണ്ടല്ലോ, അദ്ദേഹത്തെ ആയിരിക്കും ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹം ഒരു പ്രണയത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയും അതിൽ മാത്രം നിലകൊള്ളുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡേ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് അയ്യപ്പ പണിക്കർക്ക് വേണ്ടിയിട്ടും സിംഗിൾസ് ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഈ വാലന്റൈൻസ് ഡേ ഒരു പാട്ട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പാട്ട് പാടോ? പാട്ട് അങ്ങനെ
അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് പാടാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ അത്ര സിംഗർ ഒന്നല്ല, ഒരു ബാത്റൂം സിംഗറാണ്. എന്നാലും ജസ്റ്റ് രണ്ടുപേരും ഒന്ന് മൂളാം. നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ, നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, നീ എൻ പൂന്തളീരല്ലേ, പൂത്തരാവല്ലേ, നീ എൻ പൂന്തളീരല്ലേ. ഫെബ്രുവരി മാസമാണ്, വാലന്റൈൻസ് ഡേയുടെ ഒരു വീക്കാണ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്തായിരുന്നു? അതന്ന് ആളെൻ്റെ കഴുത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി. എന്ന് ഫെബ്രുവരി 14. ഫെബ്രുവരി 14. അപ്പം അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് ആൾ തന്നേക്കണത്. അപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണല്ലേ? അതെ അതെ അതെ. പ്രണയിക്കുമ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കള്ളങ്ങൾ അത് ചെറുതായിട്ടൊക്കെ. അങ്ങനെ ഓർമ്മ വരുന്ന ഒരു കള്ളുണ്ടോ ലൈഫിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളം? കള്ളം എന്ന് പറയാനായിട്ട് അമ്മ അടുത്തുണ്ട്, പിന്നെ വിളിക്കാം, അച്ഛടുത്തുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കള്ളങ്ങൾ എല്ലാവരും പറയണ കുഞ്ഞു അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പ്രണയങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണല്ലോ. അതെ. അങ്ങനെയുള്ള പ്രണയങ്ങളോടും ഇന്ന് പ്രണയിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ലവ് മാരേജ് ആണ്, പക്ഷെ ഞാൻ ലവ് മാരേജിനെ പ്രൊമോട്ട് ചെയ്യണ ആളല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ഛനും അമ്മേനും വിഷമിച്ച് വന്ന ഒരു കാരണം കൊണ്ടായിരിക്കണം അങ്ങനെ തോന്നാൻ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, അത്രേ ഉള്ളൂ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഭാര്യയ്ക്ക് ഒരു ദിവസം ഫോൺ ചെക്ക് ചെയ്യാൻ കൊടുത്താൽ ഗാലറിയിൽ പല കാര്യങ്ങളും ഉണ്ടാകും. ഫോൺ ചെക്ക് ചെയ്യാൻ കൊടുക്കും, ഗാലറിയാണ് ഭാര്യ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവസ്ഥ എന്തായിരിക്കും? കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ ഫോണിൻ്റെ ഗാലറിക്ക് പാസ്വേഡ് പോലും ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഭാര്യ ചെക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്ക്? ഞങ്ങൾ ഇതുവരെ ഞാൻ ആളുടെ ഫോണോ എൻ്റെ ഫോണോ പരസ്പരം അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യോ ചെക്ക് ചെയ്യില്ല. ഞങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഉണ്ട്, അതന്നെ മതി. ഒളിക്കണ പരിപാടിയൊന്നുമില്ല, എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയും. വാലന്റൈൻസ് ഡേക്ക് ഒരു സെലിബ്രിറ്റീനെ ഡേറ്റ് ചെയ്യാൻ കിട്ടിയ ഏത് സെലിബ്രിറ്റിയുടെ ആയിരിക്കും ചൂസ് ചെയ്യാം? താല്പര്യമില്ല. വൈഫ് ഉണ്ടല്ലോ. ഓക്കേ, ട്രൂ ലവ് ആണ്. ഒബിയസ്ലി ഒരു 14 കൊല്ലത്തെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്വേഡ് ഷെയർ ചെയ്ത് ഫോൺ പാസ്വേഡ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. ചിലർ അതിന് ഗ്രീൻ ഫ്ലാഗ് എന്നും റെഡ് ഫ്ലാഗ് എന്നൊക്കെ ഇന്നത്തെ കുട്ടികൾ പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എൻ്റെ പാസ്വേഡ് ഹസ്ബൻഡിനും അറിയാം, ഹസ്ബൻഡ് പാസ്വേഡ് എനിക്കും അറിയാം. നമുക്കതിലൊരു ഹൈഡിങ് ഒന്നുമില്ല. അത് നല്ല കാര്യമല്ലേ. നമ്മുടെ ഉള്ളിൽ ഹൈഡില്ലെങ്കിൽ പിന്നെ നമുക്കത് കാണിച്ചു കൊടുക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനോട് നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫാണ് അതിന് മുന്നിലുണ്ടായ സിംഗിൾ ലൈഫാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്? സിംഗിൾ ലൈഫ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫാണ്. എന്താണ് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. പിന്നെ നമ്മൾക്ക് യാത്രകൾ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഫ്രീഡം കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. പിന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞത് ഒരു വ്യത്യസ്തമല്ലേ സിംഗിൾ ആയതിനേക്കാളും. അത് തന്നെയാണ് സന്തോഷം. വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത്തവണ എന്താണ് പുതിയ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ഹസ്ബൻഡും വൈഫും? കുറച്ചും കൂടെ യാത്രകളൊക്കെ പോകണമെന്നുണ്ട്, കുട്ടികളായിട്ടും ഞങ്ങൾ ഫാമിലിയായിട്ടും പോകണമെന്നുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രണയിക്കുന്നവർക്ക് ഒരു ടിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ടിപ്പായിരിക്കും കൊടുക്കുക? പ്രണയിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടിപ്പ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളതല്ല പ്രണയം. ഒരേ ദിശയിൽ നോക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രണയം. ലൈഫിനെ ഒരേപോലെ കാണാൻ സാധിക്കുക. ലൈഫിൻ്റെ സ്ട്രഗിൾസ് ആണെച്ചാലും ലൈഫിൻ്റെ അഡ്വാൻറ്റേജസ് ആണെച്ചാലും എല്ലാം ഒരേ ദിശയിൽ നിന്ന് ഒരേപോലെ പാരലായിട്ട് ചിന്തിക്കാൻ, ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യം.
അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈഫ് സെറ്റാണ്. അത്രേ ഉള്ളൂ. സിംഗിൾ ലൈഫാണോ കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണോ ഏറ്റവും ബെറ്ററും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിംഗിൾ ലൈഫാണ് ബെറ്റർ. കാരണം ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേര് ജോലിക്ക് പോകുന്നു, അവനവൻ ജോലി ചെയ്യുന്ന സാലറിയൊക്കെ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഒരാളുടെ അടിമയായിട്ട് കിടക്കാൻ ആരുമില്ല. പക്ഷേ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പാർട്ട്ണർ വേണം. അത് പാർട്ട്ണർ ആയിരിക്കണം, അല്ലാതെ ഡോമിനൻ്റ് ആവരുത്. രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ ഇത് വേണ്ടത്. അപ്പോൾ വാലന്റൈൻസ് ഡേയിൽ ഇപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും സ്പേസും കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോഴത്തെ നമ്മുടെ കാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്, ഗേ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർ ഒരുപാടൊന്നും സമൂഹം അംഗീകരിച്ചു വരുന്നില്ല. ഇല്ല. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണ്, അവർക്ക് കൂടിയുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ? അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ജനിക്കുന്ന ജനറ്റിക്കലി വരുന്ന ഡിഫറൻസ്. പിന്നെ നമ്മൾ പരിണാമ സിദ്ധാന്തം കേട്ടിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ ഉള്ള നമ്മുടെ ഹ്യൂമൻസ് ആയാലുള്ളത്. അത് പരിണാമം സംഭവിച്ച് ഓരോന്നോരോന്നും മ്യൂട്ടേഷൻ സംഭവിച്ച് മാറ്റം വരുന്നുണ്ട്. അതുപോലെ മേ ബി ഈ ഗേ കപ്പിൾസ് എന്ന് പറയുന്നത്, ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്നതും മ്യൂട്ടേഷൻ ഉള്ളത് നമ്മൾക്കറിയാത്തതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർക്കുണ്ടാവും. അവരെയും കൂടെ അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആസ് എ സിംഗിൾ എങ്ങനെയാണ് വാലന്റൈൻസ് ഡേ വീക്കും ഈ മന്തും സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ആസ് യൂഷ്വൽ ജോലിക്ക് വരുന്നു, തിരിച്ചു പോകുന്നു, അത് മാത്രം. വാലന്റൈൻസ് ഡേയുടെ അന്ന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പൂരാണ്, അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. എല്ലാവരും പ്രണയത്തെ ആഘോഷമാക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. പ്രണയത്തിന് പ്രായമില്ലെന്നാണല്ലോ. എങ്ങനെയാണ് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ടോ? വാലന്റൈൻസ് ഡേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാറില്ല. മനസ്സിൽ മാത്രമാണ് പ്രണയമുള്ളത്. മനസ്സിൽ മാത്രമാണ് പ്രണയമുള്ളത്. ആരോടാണ്? ഭാര്യയോടാണോ? ഭാര്യയോട് മാത്രം. ഭാര്യയോട് മാത്രം. പിന്നെ പ്രകൃതിയോടും. ഭാര്യയ്ക്ക് വേണ്ടി ഈ പ്രണയ ദിനത്തിൽ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും പാടാം? പാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ യുവജനോത്സവം സിനിമയിൽ ശ്രീകുമാരൻ തമ്പി രവീന്ദ്രൻ ടീമിൻ്റെ ഒരു പാട്ടുണ്ട്. SP ശൈലജയും യേശുദാസും കൂടി പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ളൊരു പാട്ട്. ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അത്രയും നല്ലൊരു വികാരമുള്ളൊരു പാട്ട്. പ്രത്യേകിച്ച് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ കാവ്യാത്മകവും വളരെ ഭംഗിയുള്ള വരികൾ. അത് മാത്രമല്ല രവീന്ദ്രൻ്റെ സംഗീതം, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. നമ്മളെല്ലാവരും രവീന്ദ്രൻ സാറിൻ്റെ സംഗീതം ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രവീന്ദ്രൻ്റെ ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 വരി പാടാം. ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിക്കോളൂ. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനുരുകും ഗാനം. ഗാനം പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഒരു മലർ കൊണ്ടു നമ്മളൊരു വസന്തം തീർക്കും. ഒരു ചിരി കൊണ്ടു നമ്മളൊരു കാർത്തിക തീർക്കും. പാലവനം ഒരു പാൽക്കടലായി അലചാർത്തിടുമനുരാഗത്തിൻ പൂമാനത്തിൻ താഴെ. പാടാം നമുക്കു പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ഓക്കെ. ഭാര്യയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കാറുണ്ടോ? പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് ഭാര്യയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ശരി.